എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാല്ലേ? പക്ഷേ ഇവിടെ പിയാനോ ഒന്നും ഇല്ല കേട്ടോ, അത് ഒരു ഷോ ആണ്. പക്ഷെ നമ്മളെ സംഭവം അതല്ല. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റം, റൂബൻസ് ട്യൂബ്. അപ്പോൾ ഇതെന്താണ് സംഭവം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഞാൻ നിഷിൻ, എലക്ട്രോസ്കോപ്പിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ചെയ്തതിൽ ഏറ്റവും അപകടമുള്ള ഐറ്റമാണ് ഇത്. നമ്മൾ ഹൈ വോൾട്ടേജ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ ഒരാൾക്കൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ചുറ്റിൽ നിൽക്കുന്ന എല്ലാവർക്കും അപകടമാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണെന്നുള്ളത് പറയാം. ഇതൊരു മെറ്റാലിക് പൈപ്പാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ ചെറിയ തുളകളിട്ടേക്കുവാണ്. പിന്നെ നമ്മൾ നേരത്തെ പ്ലേ ചെയ്ത മ്യൂസിക് മൊബൈൽ ഫോണിൽ നിന്നായിരുന്നു. മൊബൈൽ ഫോണിൽ നിന്ന് ചെറിയൊരു ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പിയാനോ ഒന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ നേരത്തെ കണ്ടാണ് ഒരു വീഡിയോയിൽ ഗിറ്റാർ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. ആ ഗിറ്റാറും കാര്യങ്ങളൊന്നും നടപടിയായില്ല. അതുകൊണ്ട് ആ ആംപ്ലിഫയറിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മുടെ സ്പീക്കറിലേക്ക് കൊടുത്തിട്ട് സ്പീക്കറിൽ നിന്നാണ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ സ്പീക്കറിൻ്റെ അകത്ത്, അതായത് ഈ ട്യൂബിൻ്റെ ഈ എൻഡിൽ ഒരു ഡയഫ്രം ഉണ്ട്. ആ എൻഡിൽ മാത്രമല്ല, ഇപ്പുറത്തെ എൻഡിലും ഡയഫ്രം ഉണ്ട്. ഡയഫ്രം പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന റബ്ബറിൻ്റെ കട്ടി കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഇത്രയും പറയുമ്പോൾ വിചാരിക്കും ഇതിനകത്ത് എന്താ എത്ര വലിയ അപകടമുള്ളതെന്നുള്ളത്. അപകടത്തിൻ്റെ ഭാഗം അടുത്താണ്. ഇനി നമ്മൾ ഈ ട്യൂബിലേക്ക് ബ്യൂട്ടൈൻ ഗ്യാസ് ഫില്ല് ചെയ്യും. അപ്പോൾ ഗ്യാസും തീയും കൂടെ വന്നു കഴിഞ്ഞാൽ അപകടമാണ്. അപ്പോൾ ഇതിന് വേണ്ടി കുക്കിംഗ് ഗ്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിയമപരമായിട്ടുള്ള അപകടം വേറെയുണ്ട്. നമ്മൾ ഉപയോഗിച്ച ഇൻഡസ്ട്രിയൽ ഗ്യാസാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇതിനകത്തേക്കുള്ള ഗ്യാസിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് സേഫ്റ്റിക്ക് വേണ്ടി 2 വാൽവാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഫ്ലോ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ തീ ഒറ്റ ആന്തലം കാന്തും. മാത്രമല്ല, നമ്മൾ ഈ ഡയഫ്രം ഏതെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പരിപാടി തീർന്നു കൂട്ടിയാണ്. ഇത്രയും പറഞ്ഞത് ഇതിൻ്റെ അപകടം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണെന്നുള്ള കാര്യം നോക്കാം. നമ്മളിപ്പോൾ പ്ലേ ചെയ്തൊരു മ്യൂസിക്കാണ്. അതിന് പകരം നമുക്കൊരു സൗണ്ട് പൾസ് കൊടുത്തു നോക്കാം, എന്നിട്ട് എന്താ കിട്ടുന്നതെന്നുള്ളത്. നമ്മൾ സൗണ്ട് പൾസ് കൊടുത്തപ്പോൾ കണ്ടു, ചില സ്ഥലത്ത് ഫ്ലെയിം വലുതായിരുന്നു, ചില സ്ഥലത്ത് ചെറുതായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ സൗണ്ട് എയറിൽ കടന്നു പോകുന്നത് ഈ ചൊറിയുമ്പോൾ പോകുന്ന പോലെയാണ്. അപ്പോൾ നമ്മുടെ സൗണ്ട് കടന്നു പോകുമ്പോൾ എയർ വൈബ്രേറ്റ് ചെയ്യുമല്ലോ. അതിനൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ 2 സ്ഥലത്തും ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് വരും. ഈ പോയിന്റിൽ പ്രഷർ കൂടുതലായിരിക്കും. അത് ഫോഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതുക്കെ പഴയ പൊസിഷനിലെത്തും. എന്നിട്ട് ഓപ്പോസിറ്റായിട്ട് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരും. ഇവിടെ പ്രഷർ കുറവായിരിക്കും. ഇങ്ങനെ തന്നെയാണ് എയറും സൗണ്ട് കടന്നു പോകുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വൈബ്രേഷൻ അടുത്ത പാർട്ടിക്കിളിലേക്ക് കൊടുത്തിട്ട് പതുക്കെ ഇതിങ്ങനെ കടന്നു പോകും. ഇതേ കാര്യം തന്നെയാണ് നമ്മളുടെ ട്യൂബിലും സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്പീക്കർ വഴി ഡയഫ്രം വഴി ഈ സൗണ്ട് ഈ ട്യൂബിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ആ ബ്യൂട്ടൈൻ ഗ്യാസ് നമ്മൾ കണ്ട പോലെ കംപ്രസ്ഡ് ആവും, അതുപോലെ തന്നെ എക്സ്പാൻഡ് ആവും. ആ കംപ്രസ്ഡ് ആവുന്ന പോയിന്റുകളിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അതുവഴി ഈ മുകളിലത്തെ ഹോൾ വഴി കൂടുതൽ ഗ്യാസ് പുറത്തേക്ക് തള്ളി വരും. അങ്ങനെ ആ ഫ്ലെയിം വലുതായിരിക്കും. എല്ലാ സ്ഥലത്ത് അത്രയും ഗ്യാസ് വരില്ല, അങ്ങനെ ആ ഫ്ലെയിം ചെറുതായിരിക്കും. പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വേറെ കാര്യം മനസ്സിലാവും, നമ്മളുണ്ടാകുന്ന ഫ്ലെയിമിൻ്റെ ഷേപ്പ് ഏകദേശം സൈൻ വേവ് പോലെയാണ്. സൈൻ വേവ് അല്ലെങ്കിൽ സൈൻ വേവിൻ്റെ ഏതെങ്കിലും പാട്ട് പോലെ ആയിരിക്കും. നമുക്കൊരു പാട്ടിട്ട് പ്ലേ ചെയ്തിട്ട് ആ വേവിൻ്റെ അല്ലെങ്കിൽ ആ തീയുടെ ഷേപ്പ് മാറുന്ന ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. നല്ല പാട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു വന്ന കാര്യം അതല്ല, നമുക്കിപ്പം സൈൻ വേവിൻ്റെ അല്ലെങ്കിൽ സൈൻ വേവിൻ്റെ പാർട്ട് പോലത്തെ ഷേപ്പാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എയറിൻ്റെ വൈബ്രേഷൻ പറഞ്ഞു. അപ്പോൾ അതിനൊരു പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ പടമായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മളൊരു ഗ്യാസ് പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഗ്യാസ് പാർട്ടിക്കിളാണെന്ന് വിചാരിക്കുക, ഇത് 0 പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ സൗണ്ട് കടന്നു പോകുമ്പോൾ ഇത് ഒരു ഡയറക്ഷനിൽ മാക്സിമം ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. എന്നിട്ട് നേരെ 0 പൊസിഷനിൽ വരും. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. ഇത് എത്രത്തോളം ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വോളിയാണ്. കൂടുതൽ വോളിയം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. എന്നിട്ട് നേരെ തിരിച്ചിട്ട് 0 പൊസിഷനിൽ വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമുമായിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ പടം നമുക്ക് കിട്ടും. ഇതേ റെപ്രസെൻറ്റേഷനാണ് നമുക്ക് തീയിൽ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഈ വേവ് എത്ര ഉണ്ടാകുന്നുണ്ടെന്ന് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഈ ട്യൂബിൻ്റെ ലെങ്ത് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ വേവിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ കൊടുക്കുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാമെങ്കിൽ, ഇപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തവണ ഒരു സെക്കൻഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതായത്
ഇപ്പോൾ 50 ഹെർട്സ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയറിലൂടെ കടന്നു പോകുമ്പോൾ എയർ പാർട്ടിക്കിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ വൈബ്രേഷൻ 50 പ്രാവശ്യം ഒരു സെക്കൻഡിൽ ചെയ്യുന്നുണ്ടെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഫ്രീക്വൻസി കൂടി അറിയാമെങ്കിൽ നമുക്ക് ബ്യൂട്ടൈൻ ഗ്യാസിലൂടെ ഉള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. അതായത് വേണമെങ്കിൽ നമുക്ക് ഈ റൂബൻസ് ട്യൂബിനെ ഒരു ഓസിലോസ്കോപ്പ് എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു സംശയമുണ്ട്, എപ്പോഴും ഒരുപോലത്തെ വേവ് അല്ലല്ലോ ഉണ്ടാകുന്നത്, ഡിഫറെൻറ്റ് വേവ് അല്ലേ ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമുക്കൊന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. I seen something I've never seen before. When you put on the pineapple, we couldn't be friends anymore. Pineapple blossoms, go on pizza. It's a fruit and you know that. Pineapple blossoms, go on pizza. തീർച്ചയായിട്ടും അവിടെ പല വേവ് ഫോംസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുത്തതൊരു മ്യൂസിക്കാണ്, അതിനകത്ത് പല ഫ്രീക്വൻസികളാണ്. നമ്മളിപ്പോൾ കുറഞ്ഞൊരു ഫ്രീക്വൻസി മാത്രം കൊടുക്കുകയാണെങ്കിൽ അവിടെ കൂടിയ വേവ് ലെങ്തുള്ളൊരു വേവ് ഫോം ഉണ്ടാകും. കൂടിയ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വേവ് ലെങ്തിലുള്ളൊരു വേവ് ഫോം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു മീഡിയത്തിൽ കൂടെയുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് പറയും, വേവ് ലെങ്ത് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. അങ്ങനെ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് സൗണ്ട് പൾസ് നേരത്തെ കൊടുത്തതിന് പകരം ഒരു കണ്ടിന്യൂസ് പൾസ് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് വേവ് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും. നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ 350 ഹെർട്സ് ഫ്രീക്വൻസിയിൽ കണ്ടിന്യൂസ് സൗണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ വേവ് ഫോം ഉണ്ടായി നിൽക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ നമുക്ക് അതിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, അതുപോലെ സൗണ്ടിൻ്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കാം. പക്ഷേ അവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ വേവ് മൂവ് ചെയ്യാതെ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. സാധാരണ വേവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അവിടെ വേവ്സ് ഉണ്ടാകും. ആ വേവ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് സൗണ്ട് വേവ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ആ വേവ് സ്റ്റഡി ആയിട്ട് നിൽക്കുമായിരുന്നു, ഒരിക്കലും മൂവ് ചെയ്ത് പോവല്ലായിരുന്നു. ഇവിടെ ഉണ്ടാകുന്നത് സ്റ്റാൻഡിങ് വേവ്സ് ആണ്. റൂബൻസ് ട്യൂബിൽ ഉണ്ടാകുന്ന എല്ലാ വേവും സ്റ്റാൻഡിങ് വേവ്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പാട്ടിട്ടപ്പോഴത്തേക്കും പലതരം വേവ് ഫോംസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഈ ട്യൂബിൽ മൊത്തത്തിലാണ് ഉണ്ടാകുന്നത്, ഒരിക്കലും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്ത് പോകുന്ന പോലെയല്ല. അതുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. The first Noel the angel did say was to certain poor shepherds in fields as they lay, in fields where they lay keeping their sheep on a cold winter's night that was so deep. ഇപ്പോൾ നമ്മളിവിടെ ഒരുപാട് വേവ് ഫോംസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സൗണ്ട് വേവ്സ് വരുന്ന ഈ എൻഡിൽ നിന്ന്, അപ്പോൾ അവിടുന്ന് വരുന്ന വേവ്സ് ഇപ്പുറത്തെ എൻഡിൽ ചെന്നിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരും. സാധാരണ റൂബൻസ് ട്യൂബിൽ ഈ എൻഡിൽ ഉപയോഗിക്കുക വൈബ്രേറ്റ് ചെയ്യാത്ത ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷേ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡയഫ്രോ ആണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവും പിന്നെ വീണ്ടും ഇവിടുന്ന് വേവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ സ്റ്റാൻഡിങ് വേവ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡിങ് വേവ് ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഈ ട്യൂബിലുള്ള ഗ്യാസ് വൈബ്രേറ്റ് ചെയ്യുന്നത് റെസൊണൻസിലാണെന്ന് പറയും. നമുക്ക് റെസൊണൻസ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഫ്ലെയിം വേവ് ഫോംസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എല്ലാ സൗണ്ടിനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതോ ചില പ്രത്യേക സൗണ്ട് പിക്ക് ചെയ്തായിരുന്നു ഈ വേവ് ഫോംസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അതുകൂടി നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാലോ. എല്ലാ സൗണ്ടിനും ആ ഫ്ലെയിം വേവ് ഫോംസ് ഉണ്ടാക്കുന്നില്ലായിരുന്നു. ചില സൗണ്ട് പിക്ക് ചെയ്തിട്ടാണ് ആ വേവ് ഫോംസ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ 350 ഹെർട്സ് ഫ്രീക്വൻസി സൗണ്ട് കൊടുത്തായിരുന്നു, എന്നിട്ട് ഒരു വേവ് ഉണ്ടായി നിന്നത് കണ്ടായിരുന്നു. ഇനി അതിന് പകരം നമുക്കൊരു 500 ഹെർട്സ് ഫ്രീക്വൻസിയിൽ സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു നോക്കാം, എന്നിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നമ്മളിപ്പോൾ 500 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് കൊടുത്തപ്പോൾ ആ ഫ്ലെയിമിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തുവിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാകും. അതിനെ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എളുപ്പത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസി, അതിന് ആ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യിക്കുന്നതിനെയാണ് റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു റെസൊണൻസ് ഫ്രീക്വൻസി ഈ ട്യൂബിലുള്ള ഗ്യാസിലുണ്ട്. ഒന്നല്ല, ഒരുപാടുണ്ട്. ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയും അതിൻ്റെ ഹാർമണിക്സും. അപ്പോൾ നമ്മൾ മ്യൂസിക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്തുള്ള റെസൊണൻസ് ഫ്രീക്വൻസികളായിരിക്കും ഈ ഇതിനകത്തുള്ള ഗ്യാസ് പെട്ടെന്ന് പിക്ക് ചെയ്യുക, ആ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അതിൻ്റെ വേവ് ഫോംസ് മുകളിൽ കാണുന്നത്. നമ്മൾ ഫ്രീക്വൻസിയുടെ കാര്യം പറഞ്ഞു, വോളിയത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ വോളിയം കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേവ് ഫോംസ് ഉണ്ടാകും, പക്ഷേ സൗണ്ടിൻ്റെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഈ തീ ഗ്യാസ് ഒരുപാട് തള്ളി വരുന്ന കാരണം തീ ഒരുപാട് പൊക്കത്തിലായിരിക്കും ഉണ്ടാകുന്നത്.
പിന്നെ പറയേണ്ട വേറൊരു കാര്യം, നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് ഒരു ഡയഫ്രം ആണെന്ന് പറഞ്ഞു. ശരിക്കും സാധാരണ റൂബൻസ് ട്യൂബിൽ ഉപയോഗിക്കാറ് വൈബ്രേറ്റ് ചെയ്യാത്തൊരു മെറ്റീരിയലാണ്. നമ്മളിവിടെ ഡയഫ്രം ഉപയോഗിക്കാനുള്ള കാരണം, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ സൈഡിലെ ഡയഫ്രത്തിന് വൈബ്രേഷൻ കൂടുതലായിരുന്നു. അത് കുറയ്ക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സൗണ്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ കട്ടിയുള്ള ഡയഫ്രം ഉപയോഗിക്കണം. അപ്പോൾ സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് വീഡിയോയിൽ കിട്ടില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ എൻഡിലൂടെ ഒരു ഡയഫ്രം ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ വൈബ്രേഷൻ കുറേ ഇതുവഴി പുറത്ത് പോക്കോളും, ബാക്കിയുള്ളത് റിഫ്ലക്റ്റ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ റൂബൻസ് ട്യൂബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.